ഹലോ, നമസ്കാരം. NISM സീരീസിലെ 4ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഇത് ഓരോ സെക്ഷനായിട്ട് നമ്മൾ പറയണത്. അപ്പൊ 1ാമത്തെ സെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ സെക്ഷനാണ് വരുന്നത് കേട്ടാ. അപ്പൊ നമ്മുടെ ഡെറിവേറ്റീവ്സ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഡെറിവേറ്റീവ്സിനെ കുറിച്ചുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആയിണ്ടാവും വിചാരിക്കുന്നു. ഇനി ഡെറിവേറ്റീവ്സ് ഉണ്ടായതും അതിന്റെ ചരിത്രം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്തിനാണ് ഡെറിവേറ്റീവ്സ് ഉണ്ടായെന്നുള്ളതും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോ ഇതില് ഈ പേജിൽ പറയണത്, ഈ ചാപ്റ്ററിൽ പറയണത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ, ഏത് കാലഘട്ടത്തിൽ ഉണ്ടായെന്നും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. 8000 BC മെസപ്പൊട്ടേമിയൻ കാലഘട്ടത്തിൽ തന്നെ ഇതിന്റെ അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ മൈൻഡില് ഈ വ്യാപാരം ചെയ്യണതിന്റെ ഇതിന്റെയൊക്കെ ഐഡിയകൾ അന്നേ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ബേസ് ആയിട്ട് ഉണ്ടായുള്ളത് തന്നെയാണ് ഈ ഡെറിവേറ്റീവ്സും ഈ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ. മെസപ്പൊട്ടേമിയൻ കാലത്ത് കളിമണ്ണുണ്ടാക്കിയ അതായത് ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ടോക്കണും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ 8000 BC തന്നെ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് 6000 BC ഗ്രീസില് ആണ് നെക്സ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ 1500 കാലഘട്ടത്തിലാണ് പിന്നെ യൂറോപ്പില് മറ്റേ ഈ കപ്പൽ ഗതാഗതം ഉണ്ടാകുന്ന കാലഘട്ടത്തില് ഗുഡ്സുകള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ കാര്യങ്ങളും ഇതൊക്കെ അന്നേ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് മുന്നേ കൂട്ടിയിട്ട് മേടിക്കുന്നത്, മുന്നേ കൂട്ടിയിട്ടുള്ള കോൺട്രാക്ടുകള്, എഗ്രിമെന്റുകള് കാര്യങ്ങളൊക്കെ അന്ന് കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ കാലഘട്ടത്തിൽ തന്നെ ആംസ്റ്റർഡാമിലും ഇതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് 1848 നോക്കിയാൽ മതിട്ടാ. ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് ഇതാണ് ആദ്യത്തെ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് ഇട്ടാ, ഫ്യൂച്ചർ എക്സ്ചേഞ്ച് എന്നുള്ളത്. അഗ്രികൾച്ചർ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ പച്ചക്കറികൾ, അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ നെല്ല്, അല്ലാച്ചെങ്കിൽ ഗോതമ്പ്, അല്ലാച്ചെങ്കിൽ ഉരുളക്കിഴങ്ങ്, കായ, നേന്ത്രപ്പഴം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മർച്ചന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇത് ഈ ഒരു സിസ്റ്റം അവർ സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അന്നത്തെ എക്സ്ചേഞ്ചിന്റെ പേരുന്ന സീബോട്ട് കേട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ചെയ്തു തുടങ്ങിയതാണ് 1865. അതെന്തിനാ സ്റ്റാൻഡേർഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് എല്ലാവരും രേഖകളൊക്കെ വെച്ച് അതിനൊരു അതോറിറ്റി പോലെ ഉണ്ടാക്കി, ക്ലിയറിംഗ് ഹൗസ് വെച്ച്, അതായത് എല്ലാവരും ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ പറയാറില്ല സ്റ്റാൻഡേർഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സെബീരം എന്നോടത്തിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യണതാണ് ആ ഒരു സിസ്റ്റം കേട്ടാ. അതിനുശേഷം 1973 1990 കാലഘട്ടത്തില് ആണ് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് ഡെറിവേറ്റീവ്സ് കാര്യങ്ങൾ ഇക്വിറ്റിയിലും കറൻസിയിലും ഇൻട്രസ്റ്റ് റേറ്റിലും ഒക്കെ വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പോ ഇതിന്റെ കാലഘട്ടം മനസ്സിലാക്കുക. 2000 കാലഘട്ടത്തിലാണ് നമ്മുടെ അവിടെ NSE ലോഞ്ച് ആയത്. അതിനുശേഷം ഫസ്റ്റ് ഇൻഡെക്സ് ഫ്യൂച്ചർ, നിഫ്റ്റി ഫ്യൂച്ചർ ജൂൺ 12, 2000 ലോഞ്ച് ആയത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. ഡെറിവേറ്റീവിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചും അതുണ്ടായതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞത്. അത് അതിലുണ്ടാവണ പിന്നെ പറഞ്ഞ ഇതിൽ എന്താ കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതോറും ആദ്യമൊക്കെ നമ്മളൊരു വാക്കാലുള്ള കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. ഫ്യൂച്ചറിൽ വില കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങൾ കിടന്നു. പിന്നെ അത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഫാസ്റ്റായി. അതുപോലെ ആദ്യം പേപ്പറിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കോൺട്രാക്ടുകൾ നടന്നത്. പിന്നെ അത് ഈ ഇന്നത്തെ കാലഘട്ടം വരുമ്പോഴേക്കും ഇലക്ട്രോണിക്സ് യുഗത്തിലേക്കും ഒക്കെ വന്നു, ടെക്നോളജി വന്നു. അന്ന് കാലങ്ങളിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ കച്ചവടത്തൊക്കെ പറയണെങ്കിൽ നമ്മള് നാട്ടിലിപ്പോ ഒരു അടക്ക മാർക്കറ്റില അല്ലെങ്കിൽ നമ്മളൊരു പച്ചക്കറി മാർക്കറ്റിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ, 10 ആൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ബിസിനസിന്റെ ലോകത്തേക്കും ഷെയർ മാർക്കറ്റിന്റെ ലോകത്തേക്ക് കടന്നപ്പോ അത് വലിയ ഹ്യൂജ് മാർക്കറ്റായിട്ട് മാറി. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്ക് മാറി. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ഏരിയയിൽ മാത്രം നടന്നിരുന്നത്, നമ്മുടെ ദലാൽ സ്ട്രീറ്റിലാണ് നടന്നിരുന്നത്. നമ്മൾ പിന്നെ സിസ്റ്റം ഉള്ളപ്പോ സിസ്റ്റം ഉള്ളവർക്ക് ഇവിടുന്ന് പ്ലേസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സിസ്റ്റം. പക്ഷെ നെറ്റ്വർക്ക് ഇന്റർനെറ്റിന്റെ യുഗം വന്നതാണ് നമുക്ക് ഇത് ലോകത്തിന്റെ എവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിയത് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പത്തെ ഒരു, അതായത് ഏൻഷ്യന്റ് യുഗത്തിൽ തൊട്ട് നമ്മുടെ മെസപ്പൊട്ടേമിയൻ കാലം തൊട്ട് നമ്മുടെ ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഇപ്പോഴേക്കും വന്ന മാറ്റങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന അഡ്വാൻസ് ആയിട്ടുള്ള ബൈയിങ്, സെല്ലിങ്, അതുപോലെ തന്നെ ഓപ്ഷന്റെ ഡെറിവേറ്റീവ്സുകള്, അതുപോലെ തന്നെ ഇതിലെ അണ്ടർലൈൻസ് അസറ്റ്. പണ്ട് കാലത്ത് എന്തെങ്കിലും പ്രോഡക്റ്റുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അസറ്റുകൾ എന്താ അണ്ടർലൈൻ അസറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഗോതമ്പ് ഒരു ഉദാഹരണം പറഞ്ഞു, അല്ലെങ്കിൽ നേന്ത്രക്കായ വരുമ്പോൾ 80 രൂപയ്ക്ക് വാങ്ങി. അപ്പൊ അന്ന് അണ്ടർലൈൻ അസറ്റ് ഗോതമ്പാണ്. ഗോതമ്പിന്റെ വിലയാണ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് വരിക. അപ്പൊ 85 ഒരു വില ഉണ്ടാവും, 90 മേടിക്കുന്നവരുണ്ടാവും, 95 മേടിക്കുന്നവരുണ്ടാവും, 100 മേടിക്കുന്നവരുണ്ടാവും. അതേ സിസ്റ്റത്തിനെ നമ്മളിപ്പോ നിഫ്റ്റിയിൽ ചെയ്യണം. നിഫ്റ്റിയുടെ അണ്ടർലൈൻ അസറ്റ് ആയിട്ട് വരുന്നു
നിഫ്റ്റി ഡെറിവേറ്റീവ്സ്, നിഫ്റ്റി അണ്ടർലൈൻ അസറ്റ് ഡെറിവേറ്റീവ് ആയിട്ട് നിഫ്റ്റിയുടെ വിലകൾ വരുന്നു. അതേ ബേസിക് തന്നെ സെൻസെക്സ്, ക്രൂഡ് ഓയില്, ഗോൾഡ് എല്ലാതിന്റെയും ഓപ്ഷൻ ചെയിനും ഓപ്ഷൻ ഫ്യൂച്ചറും ഒക്കെ ഇതേ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതേ സിസ്റ്റത്തിലാണ് ലാഭം ഉണ്ടാവുന്നതും നഷ്ടം ഉണ്ടാവുന്നതും. ഓക്കെ, അടുത്തായിട്ട് ഡെറിവേറ്റീവ് എന്തിനുണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ടാ ഞാൻ പറയുന്ന ക്ലാസ്സുകള് കുറച്ച് റിപ്പീറ്റേഷൻ കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് അത് ഡീപ്പായിട്ട് മനസ്സിലാവാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ. സാധാരണക്കാർക്കും എല്ലാവർക്കും എന്താണ് ഡെറിവേറ്റീവ്സ് എന്നും ഷെയർ മാർക്കറ്റിന്റെ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതും മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഒരു ഉദ്ദേശം കേട്ടാ. ഓക്കെ, അപ്പൊ ഈ ഡെറിവേറ്റീവ്സില് എന്തിനാ മെയിൻ ആയിട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ്, റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ പ്രൈസ് ഡിസ്കവറി, പിന്നെ ലിവറേജ്, പിന്നെ ലിക്വിഡിറ്റി, പിന്നെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അതായത് ഒരുപാട് സെഗ്മെന്റുകളിൽ നിന്ന് വാങ്ങുക കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകിച്ച് റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. പിന്നെ മറ്റുള്ളവരെ, അതായത് എല്ലാവരെയും എൻകറേജ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റിന് പാർട്ടിസിപ്പേറ്റ് കൂട്ടാൻ പറ്റും. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. അതിൽ ലിവറേജ് കൂടുതലായിരിക്കും, ഓവറോൾ മാർക്കറ്റ് സ്റ്റെബിലിറ്റി കൂടും. ഇതൊക്കെയാണ് ഇതിന്റെ ഐഡിയ കേട്ടാ. അതായത് മനസ്സിലായില്ലേ? അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾ പറഞ്ഞു മാനേജ്മെന്റ് ഹെഡ്ജിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 കോടി രൂപയ്ക്ക് വാങ്ങിയവർക്ക് അതിനെപ്പോഴും എങ്ങനെയാണോ മാർക്കറ്റിൽ വല്ല യുദ്ധം ഉണ്ടാവുക, വല്ല പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഫണ്ട് പോകുന്നുള്ള പേടിയുണ്ടാവും. അപ്പൊ അവർക്ക് ഹെഡ് ചെയ്യാനായിട്ട് ഒരു 50 ലക്ഷം രൂപ കൊണ്ട് സെല്ലിംഗ് ഓപ്ഷൻ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ അതിനെ ആവറേജ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഫണ്ട് ഇപ്പോ 10 കോടിയുടെ ഇത് വാങ്ങണം, 10 കോടി ഇല്ല വെച്ചെങ്കിൽ 50 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് 10 കോടിക്കുള്ളത് വാങ്ങാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ഈ 50 ലക്ഷം രൂപ റിസ്ക് ആണ് കേട്ടോ. അതായത് 50 ലക്ഷം ലാഭം എന്ന് പറഞ്ഞ പോലെ 50 ലക്ഷം രൂപ റിസ്ക് ആണ്. അതിൽ നിന്ന് 10 ലക്ഷം 20 ലക്ഷം ഒക്കെ 50 ലക്ഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നേരെ മറിച്ച് 10 കോടി കൊണ്ട് നമ്മള് 10 ലക്ഷം 20 ലക്ഷം ഉണ്ടാക്കുന്നതിന് പകരം 50 ലക്ഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇപ്പോ ലിവറേജ് എന്ന് പറയുന്ന സിസ്റ്റം. അതും ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 കോടിക്ക് വാങ്ങിയിട്ട് 50 ലക്ഷം രൂപയ്ക്ക് സെല് ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യണതും ഹെഡ്ജിങ് എന്ന് പറയും. ഓക്കെ, മറ്റേത് ലിവറേജിനുള്ള ഓപ്ഷൻ, ഇത് രണ്ടിലും ലിവറേജിൽ നിന്നുള്ള ഓപ്ഷൻ കിട്ടും. അതിനെ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി എന്നുള്ള പോലെ, അതായത് 10 കോടിക്കുള്ള ഒരു ഇൻഷുറൻസ് ആണ് 50 ലക്ഷം. 10 കോടി വേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 50 ലക്ഷം ചെയ്യാന്ന് പറയില്ലേ. നമ്മുടെ ഇൻഷുറൻസിന് എന്താ ചെയ്യുന്നത്, നമ്മൾ കുറേശ്ശെ കാശടയ്ക്കുന്നതിനാ. നമുക്ക് 2 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയൊക്കെ നമുക്ക് വല്ല ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ 20,000 രൂപ കൊണ്ട് അത് കവർ ആവണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രീമിയങ്ങൾ ചേർന്നിട്ട് ഉള്ളത് സെറ്റപ്പ് മനസ്സിലായ. അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് മാത്രട്ടാ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഉണ്ടാവുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും, മേടിക്കലും വിൽക്കലും ധാരാളമായിട്ട് നടക്കും. അപ്പൊ അത് കാരണം കൊണ്ട് മാർക്കറ്റിന് അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഈ ഡെറിവേറ്റീവ്സ് ഉണ്ടായത് എങ്ങനെയാണെന്നും ഡെറിവേറ്റീവ്സിന്റെ ആവശ്യങ്ങൾ എന്താന്നുള്ളതും ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതും മനസ്സിലായണമെന്ന് വിചാരിക്കുന്നു. ഹെഡ്ജിങ് എന്താന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നില്ലേ. അപ്പൊ ഇത് തന്നെയാണ് ഹെഡ്ജിങ്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാക്കേജ്. അതായത് 2 തരത്തില് നമുക്ക് ഹെഡ്ജ് ചെയ്യാം. ഒന്ന് വില ഭാവിയിൽ കൂടിയാലോ എന്നുള്ള രീതിയിലും വില ഭാവിയിൽ കുറഞ്ഞാലോ എന്നുള്ള രീതിയിലും ഹെഡ്ജിങ് എന്നുള്ള ഒരു പൊസിഷൻ നമുക്ക് ചെയ്യാം. നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈക്ക് അഗനിസ്റ്റ് ആയിട്ട് നമ്മൾ സെല് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഹെഡ്ജിങ് ആയി. സ്റ്റോക്കിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ 5 കോടിക്ക് സ്റ്റോക്ക് നമ്മള് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്യൂച്ചർ വാങ്ങിയിട്ട് സെല് ചെയ്ത് വെച്ചിട്ട് നമ്മള്, അതായത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ട പ്രൊട്ടക്ഷൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അതിലെന്നെ വീണ്ടും ഹെഡ്ജിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും പഠിക്കാം. ആ ഫണ്ടിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് 10 കോടി രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു 25 ലക്ഷം കൊണ്ട് 50 ലക്ഷം കൊണ്ടൊക്കെ നമ്മൾ അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിനാണ് ഹെഡ്ജിങ് എന്ന് പറയട്ടാണ്. ഓക്കെ, പിന്നെ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന മാർക്കറ്റ് മൂവ് ചെയ്യുന്ന നമ്മള് ഒരു ട്രേഡറായിട്ട് പ്രവചിക്കുന്നതും അല്ലെങ്കിൽ മാർക്കറ്റ് അടിയിലേക്ക് വരുന്നുള്ളത് മനസ്സിലാക്കുന്നതും, അങ്ങനെ ആ റിസ്കിനെ നമ്മൾ മാനേജ് ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, അതാണ് സ്പെക്കുലേഷൻ. കൂടുതലായിട്ട് കുറെ ആൾക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ നമ്മുടെ ആൾക്കാർ സ്പെക്കുലേഷനായിട്ട് പഠിക്കാതെയാണ് സ്പെക്കുലേഷൻ ചെയ്യുന്നത്. അതാ പ്രശ്നം. സ്പെക്കുലേഷൻ മാർക്കറ്റിൽ എപ്പോഴും നടക്കും. പക്ഷെ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, മാർക്കറ്റിനെ കുറിച്ചുള്ള ഐഡിയ ആവാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അത്രയുള്ള പ്രശ്നം കേട്ടോ. ആർബിട്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി മനസ്സിലായിക്കോ. ഒരു മാർക്കറ്റിന് വേറൊരു മാർക്കറ്റിൽ, ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വേറൊരു മാർക്കറ്റിൽ കൊടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനാണ് ആർബിട്രേജ് എന്ന് പറയാട്ടോ. ഇത് ലോ റിസ്ക് ആയിരിക്കും, പക്ഷെ പ്രോഫിറ്റ് അതുപോലെ ചെറിയ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ.
നിഫ്റ്റിയിൽ നിന്നുള്ള സ്റ്റോക്കിന് വാങ്ങിയിട്ട് സെൻസെക്സിൽ കൊടുക്കുക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇട്ടാ. NSE വാങ്ങിയിട്ട് BSE കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഡെറിവേറ്റീവ്സിന്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇന്ന് തയ്യാറാക്കേണ്ടതാണ്. അതിന് ട്രാൻസ്പെറൻസി കുറവായിരിക്കും, വിശ്വാസവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. രണ്ട് കൂട്ടരിൽ തമ്മിൽ മാത്രമുള്ള എഗ്രിമെന്റ് അല്ലേ. അപ്പോ അത് ഡെയിലി സെറ്റിൽമെന്റ് ഒന്നും ഉണ്ടാവില്ല. അതിന് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള റിസ്ക് ആണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ കോടതിയിൽ പോയി കേസ് കൊടുക്കുക എന്നുള്ള പോലത്തെ ഒരു സിസ്റ്റം ആണ്. പക്ഷെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് NSE BSE കീഴിൽ വരുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. അതിന് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, ലീഗലാണ്. അതുപോലെ തന്നെ അതിന് മേൽനോട്ടം വഹിക്കാൻ സെബി ഉണ്ട്. അപ്പൊ അത് കാരണം ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഈ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഈ പേജ് കാര്യങ്ങളൊക്കെ ഈ പാഠം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിച്ചു. പിന്നെ ഉള്ളത് ഓപ്ഷൻ, പിന്നെ സബ്സ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എന്താന്നുള്ളതും നോട്ട് ചെയ്ത് വെച്ചോ. ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടാണ് കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ലാഭം കിട്ടുന്നത്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ ചെയ്താൽ ലാഭം കിട്ടുന്നത്. അതേപോലെ തന്നെ കോൾ ഓപ്ഷൻ മുകളിലേക്ക് പോയിട്ട് ബൈ ചെയ്ത ലാഭം കിട്ടുന്ന പോലെ പുട്ട് ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും. അതേ തിരിച്ച് ഓപ്പോസിറ്റ് തന്നെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമുക്ക് കാശ് കിട്ടുന്ന പോലെ കോൾ ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടിയിലേക്ക് പോയി നമുക്ക് കാശ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, യൂറോപ്യൻ മെത്തേഡാണ് നമ്മളവിടെ ഫോളോ ചെയ്യണത്. പിന്നെ സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ, അതായത് കൈമാറ്റം ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ചെയ്താ. കറൻസി, ഇൻട്രസ്റ്റ് റേറ്റ്, കമ്മോഡിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. അപ്പൊ ഇത്ര 4 സെക്ഷനുകളാണ് ഇതിലുള്ള: ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സബ്സ്. ഇപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഈ സെക്ഷനിലുള്ളത്. അപ്പോ ഈ 4 കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഡെറിവേറ്റീവ്സ് എന്നുള്ളതും അതില് ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സബ്സ്, ഇതിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചത്, നമ്മളെല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ജസ്റ്റ് അവയർനെസ് ആയില്ലേ. ഓപ്ഷനെ കുറിച്ചിട്ടും ഡെറിവേറ്റീവ്സ് എന്താ, എങ്ങനെ ഉണ്ടായി എന്നുള്ളതും, എന്തിനാണ് ഡെറിവേറ്റീവ്സ് കൊണ്ടുവന്നുള്ളതും, അതുകൊണ്ടുള്ള ഗുണങ്ങള്, അപ്പൊ അതിനെ കുറിച്ചുള്ള സ്ട്രക്ചർ കാര്യങ്ങളും ഒക്കെ മനസ്സിലായില്ലേ. അപ്പൊ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചോ. കാരണം ഡീറ്റെയിൽസിലേക്ക് പോകുന്നവരും ടൈം കൂടും. ടൈം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. അപ്പൊ നിങ്ങളിത് നോട്ട് ചെയ്തിട്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒക്കെ പഠിച്ചോളൂട്ടാ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതിലെ വൈൻഡപ്പ് ചെയ്യണം. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കലും ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണം വെച്ചെങ്കിൽ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫുള്ള് പ്രാക്ടിക്കൽ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തരാം. ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററുകളും കാര്യങ്ങളൊക്കെ കണ്ടോളൂട്ടാ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. നമ്മുടെ ചാപ്റ്റർ ഇത് കഴിഞ്ഞിട്ടാ. നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഫുൾ ഐഡിയ ആയിണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ കാണുക. ഈ NISM സീരീസിന്റെ മുഴുവൻ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ലൈവ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ സ്റ്റഡി ചെയ്തിട്ട് വളരെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവുകളും കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒന്നും അറിവില്ലാണ്ട് നമ്മുടെ മാർക്കറ്റില് പുതിയ തലമുറ നിൽക്കരുത്. പുതിയ തലമുറയ്ക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇനിഷ്യേറ്റീവ് ഇത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എല്ലാവരും പഠിച്ച് നല്ലൊരു അറിവുകൾ നേടിയിട്ട് മാർക്കറ്റിനെ സമീപിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ്, വലിയ ലോങ് ആയി പോയി. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയണത്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വീണ്ടും വീണ്ടും മനസ്സിലാക്കി പഠിച്ചോട്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അറിയാണ്ടല്ല ഇത് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊരു ഓർഡറും ഇതിലെന്തൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞുള്ളത്. വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുക, ലൈവ് വാച്ച് ചെയ്യുക. ഓക്കെ, വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് വരാം കേട്ടോ.